ഓം നമഃശിവായ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നവംബർ 16 ശേഷം ഈ നക്ഷത്രക്കാർക്ക് മഹാരാജയോഗം ആണ് വന്നിരിക്കുന്നത്. ജ്യോതിഷപ്രകാരം ശനി പ്രസാദിക്കുന്നതാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്ന് പറയാം. നവംബർ 1 ശേഷം മഹാശനിമാറ്റം ആരംഭിക്കുകയാണ്. ഇതിന്റെ ഫലം ചില പ്രത്യേക നാളുകാർക്ക് ലഭ്യമാകുന്നു. നല്ല ഫലമായാണ് ഇവർക്കിത് ലഭ്യമാകുന്നത്. ഈ നാളുകാർക്ക് ശനിപ്രീതി നേടാൻ സാധിക്കുന്നുവെന്ന് തന്നെ പറയാം. ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് തന്നെയും ഭാഗ്യം ഫലമായി പറയാം. ഏതെല്ലാം നാളുകാർക്കാണ് ഈ കാലഘട്ടത്തിൽ ഉയർച്ചയും ഭാഗ്യവും വരുന്നതെന്നറിയാം. ആദ്യ നക്ഷത്രം അനിഴമാണ്. അവരുടെ ജീവിതത്തിൽ നവംബർ 16 ശേഷം നല്ല മാറ്റങ്ങൾ വരുന്ന സമയമാണ്. മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പലതും ഇവർക്ക് നടക്കാൻ പോകുന്നു. തൊഴിൽ രംഗത്ത് വൻ ഉയർച്ചയുണ്ടാകും. ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ആ വീട്ടിൽ സന്തോഷകരമായ പല സാഹചര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. ഇവരുടെ ഇതുവരെയുള്ള കണ്ണീരും കഷ്ടപ്പാടുകളും മാറാൻ പോകുകയാണ്. 2025 മാർച്ച് 31 വരെ ഇവർക്ക് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും വിജയവും സൗഭാഗ്യവും ഉണ്ടാകുന്നു. ഏതാണ്ട് 5 മാസത്തോളം സൗഭാഗ്യപ്പെരുമഴയുണ്ടാകും. കിടക്കും മുൻപ് ശനീശ്വര മന്ത്രം ജപിക്കുക. അടുത്തത് ഭരണിയാണ്. ധാരാളം കഷ്ടപ്പാടുകളും സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന നാളുകാരാണ് ഇവർ. ഇവർക്ക് നവംബർ 16 മുതൽ ശനിയുടെ അനുഗ്രഹത്താൽ സൗഭാഗ്യം വന്നു ചേരും. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് സാധ്യമാകും. ഒരു കാര്യം ആശിച്ച് അതിനു വേണ്ടി പ്രയത്നിച്ചാൽ അത് നിങ്ങളുടെ കൈപ്പിടിയിൽ വന്നു ചേരും. അതിനായി ഈ ലോകം തന്നെ നിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് പറയാം. തൊട്ടതെല്ലാം പൊന്നാകും. വിവാഹം, സന്താനം, വീട്, തൊഴിൽ, വിദ്യാഭ്യാസ ഭാഗ്യം ഇവർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ഇവർ ഏറെക്കാലമായി കഠിനപ്രയത്നം നടത്തിയിട്ടും നടക്കാത്ത കാര്യങ്ങൾ നടക്കും. പൂർത്തിയാക്കാത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കും. വിദ്യാവിജയം ഫലമായി പറയുന്നു. ഇവർ വീട്ടിലെങ്കിൽ വീടിനെ തേടി സന്തോഷവാർത്തകൾ വരും. ഇവരുടെ നേരം ശനീശ്വര അനുഗ്രഹത്താൽ തെളിയുന്ന നാളുകളാണ് വരുന്നത്. നവംബർ 16 മുതൽ ഭാഗ്യം ഇവരെ തേടിയെത്തുന്ന സമയമാണ്. ശനീശ്വരനെ ഭജിക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ഇവരെ തേടി പേരും പ്രശസ്തിയും വരും. ഇവരുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുന്ന സമയം വരും. ഇവരുടെ കർമ്മമേഖലയിൽ ഏറെ പ്രാവീണ്യം തെളിയിക്കും, പ്രശംസ നേടും. ഇവരെ തേടി പുരസ്കാരങ്ങൾ തേടിവരും. ഇവർ ത്യാഴിലൂടെ ഉയർച്ച നേടും. ഇവർക്ക് സർവൈശ്വര്യം ഫലമായി വരും. ദിവസവും ശനീശ്വര മന്ത്രം ചൊല്ലുക. ഐശ്വര്യം ഇരട്ടിയാകും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിൽ പുതിയ നല്ല കാര്യങ്ങൾ ധാരാളം സംഭവിക്കാൻ ഇടയാകുന്ന കാലഘട്ടമാണ് ഇത്. പുതിയ തൊഴിലാകാം, പുതിയ വ്യക്തികളാകാം, പുതിയ സന്തോഷം നൽകുന്ന മുഹൂർത്തങ്ങളാകാം, ഇതെല്ലാം വന്നു ചേരാം. ഇവരുടെ ജീവിതത്തിൽ ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ വന്നു ചേരും. സൗഭാഗ്യം ഇവരുടെ വീട്ടുപടിക്കൽ വന്നെത്തി നിൽക്കുന്ന സമയമാണ് വരുന്നത്. ശനിയുടെ അനുഗ്രഹത്താൽ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കും. വീട് നേടാനോ മോടി പിടിപ്പിക്കാനോ ഉള്ള കാര്യങ്ങൾ നടക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകും. തിരുവോണം അടുത്ത നക്ഷത്രമാണ്. ശനിയുടെ അനുഗ്രഹം ഏറെയുള്ള നാളാണ് ഇത്. ഇവരുടെ ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങൾ ഇവരെടുക്കാൻ പോകുന്ന കാലമാണ് ഇത്. സാമ്പത്തികമായി നേട്ടം കൊയ്യും. ധനം, പണം, സ്വത്ത് എന്നിവ വർദ്ധിക്കും. പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ നേട്ടം ലഭിക്കും. കടങ്ങൾ മാറും. കാര്യതടസ്സം നീങ്ങിക്കിട്ടും. മഹാവിഷ്ണുവിന്റെയും ശനിയുടെയും അനുഗ്രഹം ഒരേപോലെയുള്ള സമയമാണ് വരുന്നത്. രേവതിയാണ് അടുത്ത നക്ഷത്രം. ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ പെരുമഴ പെയ്യും. രാഷ്ട്രീയം, കല, സാഹിത്യം, ബിസിനസ്, ഐടി, റിയൽ എസ്റ്റേറ്റ്, സ്വയം തൊഴിൽ, ബിസിനസ് തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും ഉയർച്ചയും ധനവുമുണ്ടാകും. ഇവർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഐശ്വര്യം വരും. ഒന്നിലേറെ വിജയം കൈവരും. ഉദ്ദിഷ്ടകാര്യ സിദ്ധിയുണ്ടാകും. കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. ഗണപതി മന്ത്രയും ശനി മന്ത്രവും ദിവസവും ജപിക്കുക. ഗണപതി പ്രസാദം കൂടി ശനിപ്രസാദത്തോടൊപ്പം ഈ നാളുകാർക്ക് ലഭിക്കുന്നു.